ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസന പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനബിൾ ചെയ്യുക വഴി ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടെ ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതീവ പ്രാധാന്യമുള്ള ഒരു വിശിഷ്ട വൃദ്ധാനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം. അന്നത്തെ വൃദ്ധാനുഷ്ഠാനത്തോടുകൂടി അന്ന് ഉപവാസന ചെയ്യേണ്ടുന്ന ഭാവങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഉപമിക്കുന്നത്. സ്കന്ദഷഷ്ഠി വ്രതം. എന്താണ് സ്കന്ദഷഷ്ഠി വ്രതം? അതിൻ്റെ പ്രാധാന്യം, സ്കന്ദഷഷ്ഠി വ്രതത്തെക്കുറിച്ചൊക്കെ നേരത്തെ വലിയ വിശാലമായിട്ട് തന്നെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും സ്കന്ദഷഷ്ഠി ഒരു ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങളെ ലഭ്യമാക്കണ ഒരു മഹാവ്രതാനുഷ്ഠാനമാണ്. ഏകാദശി പോലെ തന്നെ സത്സന്തതി ശ്രേഷ്ഠതയും സത്സന്തതീഭാവങ്ങളാൽ ഒരു കുടുംബം ധന്യതയിലെത്തുന്നത്, ധനം, ധാന്യം, അഷ്ട ഐശ്വര്യഭാവങ്ങളാൽ ലഭ്യമാകുന്നതിനും ശ്രദ്ധേയമായിട്ടുള്ള സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ശാസ്ത്ര ഭാവങ്ങളിൽ വിജയിക്കുവാനും ജ്ഞാനഭാവങ്ങളിൽ ഉയരുന്നതിനും ഉത്തമ ദമ്പതീഭാവം ശ്രദ്ധേയമാക്കുവാനും ഒക്കെ ആയിട്ട് ഈ വൃദ്ധാനുഷ്ഠാനം അനുഷ്ഠിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ആചരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ്. ഈ 6 ദിവസവും 6-ാം ദിവസത്തിൽ ഒറ്റ നേരത്താൽ ഭോജനം ചെയ്ത് മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ജലം മാത്രമായി ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്കന്ദഷഷ്ഠി ആചരിച്ചാൽ അത്യുത്തമം. അത്രയും ശ്രേഷ്ഠത മറ്റൊരു വ്രതാനുഷ്ഠാന ഭാവത്തിലും ലഭ്യമാകുകയില്ല. ഈ 6 ദിവസവും ജലം മാത്രമായിരിക്കണം. ആ ജലം എന്ന് പറയുന്നത് ഇപ്പം പഴവർഗ്ഗങ്ങൾ അത് ജ്യൂസാക്കി വേണമെങ്കിലും തൽക്കാലപരമായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു വിധാനം എന്ന് പറഞ്ഞാൽ 4 ദിവസഭാവങ്ങളിൽ മത്സ്യം, മാംസം തുടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 5-ാം ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസവും ഭോജനം മറ്റൊന്നും ഇല്ലാതെ ബാക്കി 4 ദിവസങ്ങളിലും സസ്യാഹാരം മാത്രം ഭോജനം ചെയ്തുകൊണ്ട് 5-ാം ദിവസം പൂർണ്ണ ഉപവാസം. അന്ന് ജലം മാത്രമേ പാനം ചെയ്യുവാൻ പാടുള്ളൂ. തുടർന്ന് 6-ാം ദിവസത്തിൽ പ്രഭാതകാലത്തിൽ എണീറ്റ് ശ്രദ്ധയോട് ഭഗവാനെ സ്മരിച്ച് ശേഷം പച്ചരി വറ്റിച്ച് അത് ഭഗവാന്റെ നാമധേയം ധന്യമാക്കി ഭോജനം ചെയ്ത് ഒരു നേരം ശ്രദ്ധയോട് ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഈ ദിനഭാവങ്ങളിൽ മുരുകക്ഷേത്രങ്ങൾ അല്ലെ സ്കന്ദക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്നതും അതേപോലെ ഉപാസനകൾ, ഗ്രഹത്തിൽ ഉപാസനകൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഇമ്പമുള്ളതാകാനും ഏകേപിന സ്വൃക്ഷേണ പുഷ്പിത്തേനോ സുഗന്ധിന വിസ്നേ വിപിനം സർവ സ്വപുത്രേണ കുലം യഥ എന്നാണ്. ഒരു വൃക്ഷം ദേശത്തിന് ശ്രേഷ്ഠത ലഭ്യമാക്കുന്നത് പോലെ ഒരു കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയാണ് സന്തതി പരമ്പരകൾ എന്നുള്ളത്. ആ സന്തതി പരമ്പരകളുടെ ധന്യത, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവർക്ക് നല്ല ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യ കായിക കർമാദികളിൽ ഉയരുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഉപാസന പദ്ധതിയാണ്. അത് ശ്രദ്ധയോട് ആചരിക്കുക. അന്നേരം അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിൽ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കണ 6-ാം ദിവസഭാവത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉപാസന, വലിയ ഋക്കുകൾ ഒട്ടേറെ ചെല്ലേണ്ടതായിട്ടില്ല. നല്ലൊരു സ്ഥാനഭാവം
അവിടം തിരഞ്ഞെടുത്ത് ശുദ്ധിയായിരിക്കണം, അതേപോലെ വൃത്തിയുള്ളതായിരിക്കണം, അതേപോലെ മനഃശുദ്ധി, ശരീരശുദ്ധി, ഇതെല്ലാം ഇതിന് പ്രത്യേകം എടുത്തു പറയേണ്ടുന്നതാണ്. അന്നേരം നല്ല മനസ്സോടുകൂടി എന്നിട്ട് അവിടെ ആ സ്ഥാനഭാവത്തിൽ പത്മമിടുകയോ അല്ലെങ്കിൽ ചാണകം മെഴുകുകയോ ചെയ്യുക. ശേഷം അവിടെ വിളക്ക് സ്ഥാപിക്കുക, അതിൽ നെയ്യ് ഒഴിക്കുക, എന്നിട്ട് 6 ദീപങ്ങൾ കൊളുത്തുക. 6 ദീപങ്ങൾ കൊളുത്തിക്കഴിഞ്ഞാൽ ആവണപ്പലകയിൽ സാധകൻ അഥവാ സാധക ഇരിപ്പുറപ്പിച്ചുകൊണ്ട് ശേഷം മനസ്സിൽ ഗും ഗുരഭ്യോം നമ, ഓം ഗും ഗുരഭ്യോം നമ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടും ശേഷം അത് ഇടതുഭാവത്തിലും വലതുഭാവത്തിൽ ഓം ഗംഗണപതയേ നമ എന്ന് വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ടും ശേഷം ദീപോജ്വലിതമായി പ്രകാശിച്ചു നിൽക്കുന്ന നിലവിളക്കിനെ സാക്ഷാൽ സ്കന്ധനായി, മുരുകനായി, കുമാരനായി കണ്ടുകൊണ്ട് അതീവ ശ്രദ്ധേയമായിട്ടുള്ള മഹാ അസ്ത്രമന്ത്രം ഓം ജ്വാലാമാലിനീ ഹും ഫൾ എന്ന മഹാമന്ത്രം 108 ഒരു ചെല്ലാവുന്നവർക്ക് ചെല്ലിയാൽ അത്രയും നല്ലതാണ്. 38 ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനമായതുകൊണ്ട് 38 വിധാനത്തിൽ അനുഷ്ഠിക്കുക. ശേഷം അടുത്തത് മൂല മഹാമന്ത്രമാണ് ഓം വജത് ഭുവേ നമ. ഈ മഹാമന്ത്രം കുറഞ്ഞത് 108 എങ്കിലും അനുഷ്ഠിച്ചിരിക്കണം. 1000-ഓ 10,000-ഓ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെയധികം ഗുണലഭ്യമായി കുടുംബത്തിന് വന്നു ചേരുന്നതാണ്. ഇനി തുടർന്ന് അംഗന്യാസ മഹാമന്ത്രം ഓം വം ഹരിയായ നമ, ഓം ഛം ശിരസ്വേ സ്വാഹ, ഓം ഭൂം ശിഖായീം വഷൽ, ഓം വൈം കവചായ ഹും, ഓം നം നേത്രഭ്യാം വൗഷൽ, ഓം മം അസ്ത്രായ ഫൾ. ഈ 6 മഹാമന്ത്രങ്ങൾ ഓരോ മന്ത്രവും 3 ഉരു വീതം അനുഷ്ഠിക്കുക. 6 മന്ത്രങ്ങളും 3 ഉരു വീതത്തിൽ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധേയമായിട്ടുള്ള ഛന്ദസ്സാകണ മഹാമന്ത്രം ഓം സനത് കുമാര ഋഷി ഗായത്രീ ഛന്ദ ശ്രീ സുബ്രഹ്മണ്യോ ദേവത മമ അഭീഷ്ടസിദ്ധ്യാർത്ഥം ജപേ വിനിയോഗ. ഈ മഹാമന്ത്രം ഒരു 36 തവണ ഉച്ചരിക്കുക. 336 വിധാനത്തിൽ ഉച്ചരിച്ചാലും അതീവ ശ്രേഷ്ഠതയായിരിക്കും വന്നു ചേരുക. തുടർന്ന് അതീവ ശ്രേഷ്ഠമാകണ മഹാധ്യാന മഹാമന്ത്രം ഓം കൽപദ്രുമം പ്രണമധാം കമലാരുണാഭം സ്കന്ധം ഭുജതയാ മനാമയമേഘവക്ത്രം കാത്യായനീസുധ മഹാഘടിബന്ധവാമം കൗപീനദണ്ഡധര ദക്ഷിണഹസ്തമീഠേ എന്ന ധ്യാനമന്ത്രം 36 പ്രകാരം ജപിക്കുക. അതിനുശേഷം ശ്രദ്ധേയമായിട്ടുള്ള പീഠശക്തി മന്ത്രം ഓം ഹ്രീം നമ. അതിനുശേഷം അത് 11 തവണ ഉച്ചരിക്കുക. പീഠസമഷ്ടി മന്ത്രം ഓം നമോ ഭഗവതി സർവശക്തിയുക്ത മയൂര കമലാസനായ നമ എന്ന പീഠസമഷ്ടി മന്ത്രം 26 വിധാനത്തിൽ ഉച്ചരിക്കുക. ശേഷം അതീവ ശ്രദ്ധേയമായ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഓം സനത് കുമാരായ വിദ്മഹേ പാർവതീനന്ദനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത എന്ന ഗായത്രി 3 തവണയും ശേഷം മന്ത്ര ഗായത്രി മന്ത്രം ഓം മന്ത്രരാജായ വിദ്മഹീം മഹാമന്ത്രായ ധീമഹീം തന്നോ മന്ത്ര പ്രചോദയാത ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ആവർത്തി അനുഷ്ഠിക്കുക. ശേഷം സാധക അല്ലെങ്കിൽ സാധകൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് എണീറ്റ് മമ അഭിഷ്ടം എന്താണോ ദീപജ്വാലയാൽ പ്രകാശിച്ചു നിൽക്കണ
സ്കന്ധൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ സമർപ്പിക്കുക. ശേഷം ക്ഷമാപണ പ്രാർത്ഥന. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹീശം യത് പൂജിതം മയാം ദേവം പരിപൂർണം തഥാസ്തുതേ. ഇങ്ങനെ ഒരു ഷഷ്ഠി വിധാനത്തിലെ ഉപാസനാ പദ്ധതി സമർപ്പണം ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് പച്ചരി വറ്റിച്ച് ഒരു നേരം ഭോജനം ചെയ്ത് സ്കന്ദഷഷ്ഠി ശ്രദ്ധേയമായിട്ട് ആചരിക്കാവുന്നതാണ്. അന്നേരം അങ്ങനെ ആചരിച്ച് ആ സൂര്യ അസ്തമയം വരെ അങ്ങനെ പാലിച്ച് പിന്നെ തുളസി തീർത്ഥം കുടിച്ച് വ്രതം പൂർണ്ണമാക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതീവ ശ്രദ്ധേയമായി തീരും നമ്മുടെ കുടുംബഭാവങ്ങളാണ്. അതീവ ചൈതന്യമായിരിക്കും ഭാര്യാഭർത്തൃസുഖം, സന്തതിസുഖം, ധാന്യസുഖം എന്ന് വേണ്ട പല വിധത്തിലുള്ള ശ്രേഷ്ഠതകൾ നമുക്ക് വന്നു ചേരും. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.